ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ ഈ മിററീന്ന് തുടങ്ങണേന്ന്. വേറൊന്നുമല്ല, ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ പൊതുവേ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ എന്നെ കണി കണ്ടുണരുന്ന ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അവർക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്രണ്ടിലെ ഡോറൊന്ന് തുറന്നിട്ട് പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ദേ ഡോറ് തുറന്ന പാടെ തന്നെ ഒരു കുഞ്ഞു പൂച്ച കിടക്കണ കണ്ടോ. അത് ഡെയിലി അവിടെ കേട്ടോ കിടക്കുന്നത്, നൈറ്റ് ഫുള്ളും അതിൻ്റെ പുറത്തായിരിക്കും. അപ്പം നേരം വെളുക്കുമ്പോണ്ടല്ലോ ആ സെറ്റിയുടെ ആ കുഷിനയിലുണ്ടല്ലോ ഈ പൂച്ച ചവിട്ടിയിട്ട് ഇങ്ങനെ പാടുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാറുണ്ട് അതിൻ്റെ കൂടെ ഈ നാട്ടിലുള്ള എല്ലാ പൂച്ചകളും എനിക്ക് തോന്നുന്നു ആ സെറ്റിയുടെ മേലെ വന്നാൽ കിടക്കണേന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവിടെ ഇട്ടേക്കണ മാറ്റിലുണ്ടല്ലോ ഈ പൂച്ചകൾ വന്നിട്ട് നഖം വെച്ച് നന്നായിട്ട് മാന്തി ഇപ്പം ഇങ്ങനെ മൊത്തത്തിൽ വരയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂച്ചപ്പൂടിയും കാണുമെന്ന്. പിന്നെ അവിടെ ഒരു ടൂ വീലർ ഇരിക്കണുണ്ട്, ആ ടൂ വീലറിലാണെങ്കിൽ പൂച്ചകൾ കയറി കിടക്കും. എന്നിട്ട് നഖം വെച്ചിട്ട് ആ സീറ്റ് കവറൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മാന്തി വെക്കും. ഞാനാണെങ്കിൽ 2-3 പ്രാവശ്യം ഈ അടുത്ത് ആ സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇട്ടു. അപ്പോൾ ഈ പൂച്ചകൾ ഇങ്ങനെ കയറി നിന്ന് മാന്തുന്നത് കൊണ്ട് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പയ്യെ പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇന്ന് ചെറിയ കോടയുള്ള ദിവസമായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗേറ്റ് തുറന്ന് കിടക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് രാവിലെ തന്നെ ആൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 5 മണിയായപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇരുട്ടല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗേറ്റ് അടച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വെട്ടം വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഗേറ്റൊക്കെ ഒന്ന് അടച്ച് ഇടുന്നത്. പിന്നെ പേപ്പറൊക്കെ എടുത്ത് അകത്തേക്ക് വന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട വരില്ലല്ലോ, നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ അതായത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് വലിയ കാര്യമായിട്ട് മാവൊന്നും പൊങ്ങൂല കേട്ടോ. പക്ഷേ അത് ചുട്ട് കഴിഞ്ഞിട്ട് അതായത് ഇഡലി തട്ടിലേക്ക് ഇട്ടത് കുക്കായി വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ. നല്ല ഇഡലിയായിട്ട് കിട്ടാറുണ്ട് എനിക്ക്. പിന്നെ ഞാൻ കുറച്ച് ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്നോട് പറയാറുണ്ട് ഇഡലി ഉണ്ടാക്കുന്ന ദിവസം 2-3 ദോശയും കൂടി ചുട്ട് വെച്ചേക്ക്, ഞങ്ങൾക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ 2 ദോശയും കൂടി ചുടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോഴേക്കും ഞാൻ കുറച്ച് റൈസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഞാൻ ഒരു 5-10 മിനിറ്റ് ഞാൻ റൈസ് ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കും കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കുക്കറിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഒറ്റ വിസിൽ ചോറ് അങ്ങോട്ട് വെന്ത് നന്നായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇഡലി മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് ഉപ്പ് ചേർക്കാറില്ല, നേരം വെളുത്ത് അത് തട്ടിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഇന്ന് ലഞ്ചിന് കുറച്ച് കണവയുണ്ട് കേട്ടോ. അപ്പോൾ കണവ ഞാൻ തലേന്ന് നന്നാക്കി വെച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉള്ളിയും സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡലി തട്ടിലേക്ക് ഇഡലി മാവ് അങ്ങോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആ തട്ടിലേക്കൊക്കെ തൂവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡലി മാവ് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവായി പോരും ആ തട്ടിൽ നിന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നോർമലി ദോശ ഉണ്ടാക്കുന്ന ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും ഞാനതും ഒന്ന് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മദേഴ്സിൻ്റെ നല്ല നാടൻ മട്ട അരിയാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഞാനത് കുക്കറിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ദോശയ്ക്കായിട്ട്. അപ്പോൾ അപ്പോഴത്തേക്കും വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പോൾ അകത്തുനിന്ന് ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം അതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതായത് ചട്നിക്കുള്ള തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഡലിക്ക് ചട്നി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഉഴുന്നെടുക്കും കേട്ടോ. ഉഴുന്ന് ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും. എന്നിട്ട് കുറച്ച് കൊച്ചുള്ളിയും തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കി പോരുന്നത്. എന്നിട്ട് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ. ചമ്മന്തി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാൻ അരച്ചെടുക്കും. എന്നിട്ട് ഞാനൊന്ന് ചെറിയ കടുകൊക്കെ ഇട്ടിട്ടേ കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ട് ഞാനൊന്ന് താളിപ്പും ഉണ്ടാക്കും കേട്ടോ. താളിച്ചൊഴിക്കും ഈ തേങ്ങയിലേക്ക്.
അങ്ങനെ ചമ്മന്തിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങാക്കൊത്ത് ഇടണമെന്ന് ഞാൻ ആദ്യമേ ഓർത്ത് വെച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് വിട്ടുപോയിട്ടോ. അത് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ല കേട്ടോ. തേങ്ങാക്കൊത്ത് ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കണവ റോസ്റ്റ് ഉണ്ടാക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ദേ ഇഡ്ഡലി ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ ഈ കുത്തരിയുടെ റൈസ് ചേർക്കുന്നത് കൊണ്ട് എൻ്റെ പ്രോപ്പറായിട്ട് വൈറ്റ് കളർ ഇഡ്ഡലി കിട്ടാറില്ല കേട്ടോ. അതുപോലെ തന്നെ ദോശയും ചിലവരിങ്ങനെ വൈറ്റ് റൈസ് ചേർക്കുന്നത് കൊണ്ട് ആ ഇഡ്ഡലിക്ക് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. എൻ്റെ കുറച്ച് കളർ ഫെയ്ഡ് ആവും കേട്ടോ. അതായത് കുത്തരി ചേർക്കുമ്പോഴുള്ള ആ കളറിനുള്ള വ്യത്യാസം വരുമല്ലോ, അങ്ങനെ വരാറുണ്ട്. പിന്നെ സുഖമാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ടാട്ടോ ഞാൻ ഇഡ്ഡലി ഒന്ന് അതിൽ നിന്ന് എടുക്കുന്നത്. എന്നാലാണ് അത് പ്രോപ്പറായിട്ട് ആ പാത്രത്തിൽ നിന്ന് കട്ടായി പോരുള്ളൂ. പിന്നെ അതേ കണവ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കണവ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഉലുവ ഇട്ട് നമ്മൾ കൊച്ചുള്ളിയാണ്, കൂടുതലും കൊച്ചുള്ളിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. കറിവേപ്പില കുറച്ച് അധികം ഇടണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കുടപ്പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുളിയാട്ടോ ആദ്യം ഒഴിക്കുന്നത്, ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മതി കേട്ടോ പുളി. ഒരുപാട് പുളി ആയാലും വലിയ മെനിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുളി അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇട്ടു. എനിക്കെന്തോ കറിവേപ്പില ഇടുന്തോറും എനിക്കെന്തോ പോലെ. പിന്നെ ഞാൻ കുറച്ച് പുളിയാട്ടോ ചേർത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി, ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ഞാൻ സ്ലൈസ് ചെയ്തിട്ടു. പിന്നെ മസാലകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മസാല കൂട്ടിൽ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമാണ്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിക്സാണ് കേട്ടോ ഇത് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ കുറച്ചൊരു ടേസ്റ്റിന് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാനുള്ള വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ കണവയിൽ ഓൾറെഡി വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വറ്റിച്ചെടുത്തു. പ്രത്യേകിച്ച് ഈ കണവയൊക്കെ ഉണ്ടല്ലോ, റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് കുക്കാകുമ്പോൾ അതെന്തോ ഈ റബ്ബർ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം കുറച്ചിടുക. നമ്മൾ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് എക്സ്ട്രാ വെള്ളം ചേർക്കാണ്ടിരിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ കണവ അങ്ങനെ റെയറായിട്ട് മേടിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കൺഫ്യൂഷൻ വരും. നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇതില്ല. കാരണം നമ്മൾ അത്രയും നമ്മളങ്ങനെ പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അപ്പോൾ ഞാൻ ഈ പുളിവെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്തു. പിന്നെ ആ കണവയുടെ വെള്ളവും കൂടി ആയി വേണ്ടല്ലോ, ഒത്തിരി വെള്ളമായിട്ടോ. പക്ഷെ ഞാനത് വറ്റിച്ചെടുത്തു കേട്ടോ. വറ്റിച്ചിട്ടും റബ്ബർ പോലെയൊന്നും ആയില്ല, എന്നാലും നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ മസാലപാത്രമൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം മൂടി വെച്ചിട്ടൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുത്തു. കൂടുതലും മൂടി വെക്കുന്നതിനും നല്ലത് തുറന്ന് വേവിക്കുമ്പോഴായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ റൈസൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടായിരുന്നു. റൈസല്ല, ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കലത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോഴേക്കും കണവയിൽ നിന്നും കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ചേർത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാനും. സെൻറ്ററിൽ അടുപ്പിൽ വെച്ചിരിക്കുന്നത് ജീരകവെള്ളമാണ് കേട്ടോ. കുട്ടികൾക്ക് കൊണ്ടുപോകാനും അതുപോലെ ഇവിടെ കുടിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ചോറൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാർത്തിടണം എനിക്കത്. പിന്നെ ആ കലത്തിൽ വാർക്കുമ്പോഴുണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് ഈ സൈഡിൽ നിന്ന് കഞ്ഞിവെള്ളം വാർക്കുമ്പോൾ അപ്പുറേട്ടൊക്കെ ചാടും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കലത്തിലുണ്ടാകുന്ന മെയിൻ പ്രശ്നം കേട്ടോ അത്. അപ്പോൾ ഞാൻ സിങ്കിൽ വെച്ചിട്ട് വാർക്കും, വന്നിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെള്ളം മൊത്തത്തിൽ പോയതിന് ശേഷം എടുത്ത് വയ്ക്കും, അങ്ങനെയാണ്. പിന്നെ ജീരകവെള്ളം ഞാൻ കുപ്പികളിലേക്ക് എടുത്ത് വയ്ക്കാൻ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കണവയിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആഫ്രിക്കൻ മല്ലിയില ഉണ്ടല്ലോ, അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ. എനിക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ചാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുറഞ്ഞ് വന്നപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് മാറാനൊന്നും നിന്നില്ല. മാറിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനുണ്ടല്ലോ എന്ത് കുക്ക് ചെയ്യുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്നാട്ടെ കുക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഇവിടെ നിന്നുണ്ടല്ലോ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടച്ച് കിട്ടും. പിന്നെ നമ്മൾ അറിയുന്നത് കരിഞ്ഞ മണമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് പലപ്പോഴും പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മാക്സിമം ഞാൻ അവിടെ നിന്ന് മാറാറില്ല. നമ്മുടെ ശ്രദ്ധ വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കിച്ചണിൽ എന്താണ് വെച്ചേക്കണേന്ന് നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ അതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത സാധനം നമ്മൾ തന്നെ ആദ്യം കഴിക്കണമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ റബ്ബർ കണക്ക പോലെയാവും കേട്ടോ. അപ്പോൾ പിന്നെ കടിച്ച് ഒരു ഒരു ടേസ്റ്റില്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും സ്പെഷ്യൽ ആക്കാമായിരുന്നു. പക്ഷെ ഞാനത് മറന്നു പോയതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതെടുത്ത് കിച്ചണിലേക്ക് വയ്ക്കാനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ലഞ്ചൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, സമയമാകുമ്പോൾ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ പയ്യെ വിളിക്കും, കുക്കായോ എല്ലാം സെറ്റായോ എന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടേ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തും അവർക്ക് പോകാനുള്ള ടൈമും. നമ്മളിങ്ങനെ വീഡിയോ എടുക്കലും കുക്കിങ്ങൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നമ്മളത് അത്രയും ശ്രദ്ധിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വയ്ക്കില്ല കേട്ടോ, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് വച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ആദ്യം അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയത് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് കഴുകി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അതിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്ന് തുടച്ചതാണ്. പിന്നെ നമ്മൾ കറിപ്പാത്രത്തിലാട്ടോ നമ്മൾ കറികളൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ലഞ്ച് ബോക്സിൽ ഞാൻ സെപ്പറേറ്റ് തോരനോ ഫ്രൈയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് വെച്ച് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ, അതായത് കുട്ടികളുടെ ലഞ്ച് ബാഗിലേക്ക് ഇങ്ങനെ ചാടൂല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകട്ടെ. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലാണ് അവർ കഴിക്കുകയുള്ളൂ. സെലക്റ്റീവ് ഫുഡാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ കഴിക്കില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു 1 വീക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊരു ദിവസമാണ് ഇഡ്ഡലി ദോശ, അതിനായിട്ടുള്ള ഒരു ദിവസം അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ പുട്ടൊന്നും അവർക്ക് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിലേക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിക്ക് ചട്നിയാണ് കോമൺ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്. പിന്നെ കുറച്ച് ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാല് മേടിക്കാൻ സൊസൈറ്റിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് മേടിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നും ബ്ലാക്ക് ടീ ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ടീ കുറച്ച് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് പനിക്കൂർക്കയില കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പനിക്കൂർക്കയില ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ടീയിൽ കുറച്ച് ടീ ആണ്, അതായത് ലൈറ്റായിട്ടാണ് ടീ പൗഡർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കഴിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബായ്.